നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ അതായത് 25/5/2026 തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില അങ്ങനെ കുറയുമെന്നുള്ള സംശയത്തിലാണ് വീണ്ടും റബ്ബർ കർഷകർ. റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 252, RSS 5 കിലോ 249, ISN 20 208, ലാറ്റക്സ് 60% ആഴ്ചയുള്ള 160 രൂപ 60 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 252, RSS 5 കിലോ 249. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 239, ലോട്ട് കിലോ 203 മുതൽ 208 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 153, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 114 രൂപ 75 പൈസ. ഇനി കർണാടകയിൽ നോക്കുമ്പോൾ RSS 3 246 രൂപ 50 പൈസ, RSS 4 246, RSS 5 239, ലോട്ട് മൂലം നോക്കുമ്പോൾ 206, ഒട്ടുപാൽ നോക്കുമ്പോൾ 145 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 210, ഫാക്ടറി വില 220. വിശദമായി നോക്കുമ്പോൾ 25% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 10,500, 30% DRCയുള്ള 200 ലിറ്റർ 12,600, 35% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 14,700, 40% DRCയുള്ള 200 ലിറ്റർ 16,800. ഇനി കേരളത്തിലെ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 254, RSS 5 കിലോ 251, ISN 20 198 മുതൽ 198 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 130 മുതൽ 140 രൂപ. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും ജനുവരി ഡിസംബർ മാസങ്ങളിൽ കഴിഞ്ഞ വർഷം നിർത്തിയിരുന്നു. പിന്നെ വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ചിലവ് കൂടുതലാണ്. കാരണം തോട്ടത്തിലെ കാട് വെട്ടി മാറ്റണം, വളമിടണം, മറ്റേ റെയിൻ ഗാർഡ് ഇടണം, അങ്ങനെ ചിരട്ട ചില്ല് കമ്പി ഒക്കെ വെച്ച് കെട്ടണം. അങ്ങനെ ചിലവ് തുടക്കത്തിൽ കൂടുതലാണ്. ഇതെല്ലാം ചെയ്തു വരുമ്പോൾ കർഷകർക്ക് വലിയ പ്രയോജനമില്ലാതെ പോവുകയാണ് ഇപ്പോൾ റബ്ബർ ടാപ്പിങ്ങിലൂടെ. കുരുമുളക് വില നോക്കുമ്പോൾ കുരുമുളക് ഗാർബിളിൽ കിലോ 722, ഗൺഗാർബിളിൽ കിലോ 702, പുതിയത് 692. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 74, പച്ചത്തേങ്ങ 35 മുതൽ, അടയ്ക്ക 390, കാഞ്ഞിരക്കുരു 1850, കാപ്പിക്കുരു കിൻഡൽ 35,500. നല്ല ശമ്പളം വാങ്ങുന്ന PSC അംഗങ്ങളുടെ ശമ്പളം പെട്ടിക്കുറച്ചേക്കുമെന്നാണ് കേൾക്കുന്നത്. വൻതുക വർദ്ധിപ്പിച്ചത് പൂർണ്ണമായി റദ്ദാക്കാനും സാധ്യത. മുഖ്യമന്ത്രി VD സതീശൻ്റെ ഇടപെടലിന് കാതോർത്ത് കേരളത്തിലെ ജനങ്ങൾ. പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ ശമ്പളം 1,67,000 രൂപയും അംഗങ്ങളുടെ ശമ്പളം 89,000 രൂപയുമായിട്ടായിരുന്നു ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു വർധനവ് തന്നെ ആദ്യമായിരുന്നു. ഇതാണ് പുനഃപരിശോധിക്കാൻ പോകുന്നത്. LDF സർക്കാരാണ് വർദ്ധിപ്പിച്ചത്. അന്ന് വർദ്ധിപ്പിക്കുമ്പോൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്ന പ്രതിപക്ഷം. ഇങ്ങനെ ഖജനാവ് കാലിയാകുന്ന ഓരോ ശമ്പളവും പുനഃപരിശോധിക്കട്ടെ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നന്ദി.